ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു Xylem Learning. ശ്വേതാവസ് ആണ്. സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ആംഗിൾസ് അഥവാ കോണുകൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ്. അപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ കുഞ്ഞു ചാപ്റ്റർ ആണ്, കുറച്ച് കോൺസെപ്റ്റുകളെ നമുക്ക് പഠിക്കാനുള്ളൂ. നമ്മൾ ഒന്ന് അതിന്റെ മേലെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണ്. നമ്മൾ പ്രൊട്രാക്ടറെ ഉപയോഗം എന്തൊക്കെയാണ് നമ്മുടെ പ്രൊട്രാക്ടർ കൊണ്ടുള്ള ഉപയോഗം, ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു ചാപ്റ്റർ ആണ്. സോ അതിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയൊരു സാധനമാണ് നമ്മുടെ കോൺ വരയ്ക്കൽ അഥവാ ഡ്രോയിങ് ആംഗിൾസ്. സോ നമുക്ക് 40 ഡിഗ്രി 40 ഡിഗ്രി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊട്രാക്ടറിൽ ഒന്ന് വരച്ചു നോക്കാം. എങ്ങനെയാണ് ഈ ഒരു 40 ഡിഗ്രി പ്രൊട്രാക്ടറിൽ വരയ്ക്കുക എന്നുള്ള കാര്യമാണ് നമ്മളിതാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ അതിനായിട്ട് ഞാൻ മാത്ത് പാഡ് എന്ന് പറഞ്ഞ ഒരു ടൂളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ എന്ത് ചെയ്യാം, നിങ്ങളുടെ നോട്ട്ബുക്ക് എടുക്കുക, അതേപോലെ പെന്ന്, പെൻസില്, പ്രൊട്രാക്ടർ, ഈ വക കാര്യങ്ങളൊക്കെ കയ്യിൽ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, മിസ് ചെയ്യുന്ന പോലെ തന്നെ മിസ്സിന്റെ കൂടെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്തായാലും സ്വന്തമായിട്ട് വരച്ചു നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ, അത്രയധികം ഈസിയാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു വര വരയ്ക്കാനായിട്ട് പോവാണ്. ഓക്കെ, ഇതാ ഞാൻ ഇങ്ങനെ എന്ത് ചെയ്തു, ഞാനൊരു വര വരച്ചു. ഈ സ്കെയിൽ ഞാൻ മാറ്റി. ഇതിന്റെ ഏറ്റവും അറ്റത്ത് ഇതാ ഈ ഒരു അറ്റത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഞാൻ എന്ത് ചെയ്തു, കോൺ മാവിനെ അഥവാ പ്രൊട്രാക്ടർ ഞാൻ സൈഡിൽ വെച്ചു. ഇനി നമ്മുടെ പ്രൊട്രാക്ടറിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നിന്ന് നിങ്ങൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 40 ഡിഗ്രി കിട്ടില്ലേ? യെസ്, ഈ ഭാഗത്ത് നിന്ന് തുടങ്ങുമ്പോൾ 40 ഡിഗ്രി ഇതാ ഇവിടെയാണ് വരുന്നത്. പ്രൊട്രാക്ടർ മാറ്റി, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇതിനെ ഇതാ ഇങ്ങോട്ടേക്ക് യോജിപ്പിച്ച് വരയ്ക്കുകയാണ്. എനിക്ക് ഇപ്പൊ കിട്ടിയ ഈ ഒരു ആംഗിൾ ആണ് മക്കളെ 40 ഡിഗ്രി എന്ന് പറയുന്നത്. എനിക്ക് ഇപ്പൊ കിട്ടിയ ഈ ഒരു ആംഗിൾ ആണ് 40 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ മിസ്സേ ലെങ്ത്തും കാര്യങ്ങളൊക്കെയോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോ ലെങ്ത് തരികയാണെങ്കിൽ, നമ്മളോടിപ്പോ പറയുകയാണെങ്കിൽ ഇവിടെ 5 സെന്റിമീറ്റർ ആണ്, അതേപോലെ ഇവിടെ 3 സെന്റിമീറ്റർ ആണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതനുസരിച്ച് വരയ്ക്കണം. ഇപ്പൊ അതും മിസ് കാണിച്ചാൽ ഇവിടെ 5 സെന്റിമീറ്ററും ഇവിടെ 3 സെന്റിമീറ്ററും ആകണം എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ 5 സെന്റിമീറ്റർ എടുക്കുക, സ്കെയിൽ കൊണ്ട് ഇവിടെ 5 സെന്റിമീറ്റർ വെച്ച് വരയ്ക്കുക, ഇവിടെ നമ്മുടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 40 ഡിഗ്രി അളക്കുക, അവരെ ജോയിൻ ചെയ്യാം. എന്നിട്ട് കോമ്പസിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കോമ്പസിൽ ഒരു 3 ഡിഗ്രി, കറക്റ്റ് തന്നെ 3 സെന്റിമീറ്റർ വന്നിട്ട് അല്ലേ, ഇവിടെ വെച്ച് ഒരു 3 സെന്റിമീറ്റർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടൂടാ, യെസ്, അവിടെ നിങ്ങൾക്ക് 3 സെന്റിമീറ്റർ ആണ് എന്ന് കിട്ടും. ഇത് ബാക്കി നിങ്ങൾക്ക് മായ്ച്ചു കളഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ഈ ചോദ്യത്തിൽ ചോദിച്ച പോലത്തെ ഒരു ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ഇനി അടുത്ത നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നത് 65 ഡിഗ്രിയാണ് അഥവാ 65 ഡിഗ്രിയാണ്. എങ്ങനെയാണ് പ്രൊട്രാക്ടറിൽ 65 ഡിഗ്രി വരയ്ക്കാനായിട്ട് പോകുന്നത് എന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ്. സോ നോക്കിയാലോ, 65 ഡിഗ്രി ആദ്യം തന്നെ മിസ് ഇതാ ഒരു സ്കെയിൽ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഇതാ ഇങ്ങോട്ടേക്ക് ഒരു വര വരച്ചു. പിന്നെ നമ്മുടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇവിടെ 65 ഡിഗ്രി വരയ്ക്കാൻ പോവാണ്. അപ്പൊ എല്ലാവരും സൂക്ഷിച്ച് നോക്കിക്കോളേ, ഇങ്ങോട്ടേക്ക് നോക്കി 60 കഴിഞ്ഞു, 60 ഇവിടെയും 70 ഇവിടെയും നടുവിലുള്ള വരയില്ലേ, ആ കുറച്ച് വലിയ വര, ആ വരയാണ് നമ്മുടെ 65 എന്ന് പറയുന്നത്. 60യുടെയും 70യുടെയും നടുവിലുള്ള ആ വരയാണ് നമ്മൾ 65 എന്ന് പറയുന്നത്. ഇതിന് മിസ് എന്ത് ചെയ്തു, മിസ് ജോയിൻ ചെയ്തു. അപ്പൊ ഈ കിട്ടുന്ന ആംഗിൾ ആണ് 65 ഡിഗ്രി അഥവാ 65 ഡിഗ്രി. ഇങ്ങനെയാണ് നമ്മൾ ആംഗിളിനെ വരയ്ക്കാറ് കേട്ടോ. ഈസി അല്ലേ? ഇത്ര ഈസിയാണ് നമ്മുടെ കോഡ് വരയ്ക്കുക അഥവാ ആംഗിൾ വരയ്ക്കുക എന്ന് പറഞ്ഞ കാര്യം. ഓക്കെ, അപ്പൊ ദാ നമുക്ക് നോക്കാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. then place the protractor at its left end as shown below and mark a point at the number 40 in it. യെസ്, ഇവിടെ എന്ത് ചെയ്തു, പ്രൊട്രാക്ടർ നമ്മൾ ഇവിടെ വെച്ചു, എന്നിട്ട് 40 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവരെ രണ്ടുപേരും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു ആംഗിൾ എത്രയാണ്, 40 ഡിഗ്രിയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു ആംഗിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. നമുക്കിവിടെ 4 സെന്റിമീറ്ററും അതേപോലെ 50 ഡിഗ്രിയും 50 ഡിഗ്രിയും വരുന്ന ഒരെണ്ണം നമുക്ക് വരച്ചു വെക്കണം. എന്ത് ചെയ്യണം, നമുക്ക് വരയ്ക്കാൻ വേണ്ടി പോവുകയാണ്. സോ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഇത് വരയ്ക്കാൻ, നമുക്ക് നോക്കാം. ആദ്യം 4 സെന്റിമീറ്ററിന്റെ ഒരു വര വരയ്ക്കാം. എന്നിട്ട് നമ്മുടെ പ്രൊട്രാക്ടർ ഈ ഭാഗത്ത് വെച്ചിട്ട് 50 ഡിഗ്രി ഇവിടെ നിന്ന് അളക്കുമ്പോൾ 50 ഡിഗ്രി ഇവിടെ വരും. അതേപോലെ ഈ ഭാഗത്ത് നമ്മുടെ പ്രൊട്രാക്ടർ വെക്കുമ്പോൾ ഈ ഭാഗത്തായിരിക്കും നമ്മുടെ 50 വരാം. ഇത് രണ്ടും കൂടെ യോജിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുക, ഇങ്ങനെയൊരു ചിത്രമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇത് നിങ്ങളോട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സോ 4 സെന്റിമീറ്ററും 50 ഡിഗ്രിയും 50 ഡിഗ്രിയും നമുക്ക് നോക്കാല്ലേ എങ്ങനെയാണെന്നുള്ളത്. ഇവിടെയാണ് നമ്മുടെ 4 സെന്റിമീറ്റർ വരുന്നത്, ഇവിടെയാണ് നമ്മുടെ 4 സെന്റിമീറ്റർ വരുന്നത്. ഇനി നമ്മളോട് ചോദിച്ചത് എത്രയാണ്, 50 ഡിഗ്രിയും 50 ഡിഗ്രിയുമാണ് പിന്നെ വരയ്ക്കാൻ പറഞ്ഞത്. ഇവിടെയാണ് 50 ഡിഗ്രി വരുന്നത്, 50 ഡിഗ്രി വരുന്നത് അവിടെ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ എന്ത് ചെയ്തു, ഇത് ഞാൻ ജോയിൻ ചെയ്ത് വരച്ചു. അതേപോലെ എൻ്റെ പ്രൊട്രാക്ടർ ഞാൻ ഇവിടെ വെക്കുകയാണ്. ഇവിടെ വെച്ചിട്ടും 50 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെയാണ് 50 ഡിഗ്രി വരിക. ഇതും ഞാൻ എന്ത് ചെയ്തു, ഞാൻ ജോയിൻ ചെയ്തു, ഇങ്ങോട്ടേക്ക് ഞാൻ ജോയിൻ ചെയ്തു.
കണ്ടോ? ഇപ്പൊ എനിക്ക് കിട്ടിയത് എന്താണ്? ഇവിടെ എത്രയാണ്? ഇവിടെ 50 ഡിഗ്രി. അതേപോലെ ഇവിടെ എത്രയാണ്? 50 ഡിഗ്രി. ഇവിടെ എത്രയാണ്? 4 സെന്റിമീറ്റർ എന്നും ആൻസർ കിട്ടി. 4 സെന്റിമീറ്റർ. ഇവിടെ 50 ഡിഗ്രി. ഇവിടെ എത്രയാടാ? 50 ഡിഗ്രി. ഈ വരകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് മായ്ച്ചു കളഞ്ഞാൽ ജസ്റ്റ് ഇറേസർ കൊണ്ട് നിങ്ങളൊന്ന് ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, സെറ്റ് അല്ലേ? സോ നമ്മുടെ 50 ഡിഗ്രിയും 4 സെന്റിമീറ്ററും വരുന്ന ഈ ഒരു ഫിഗർ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് 5 സെന്റിമീറ്ററും ഇവിടെ 30 ഡിഗ്രിയും ഇവിടെ 90 ഡിഗ്രിയും ഉള്ളത് വരയ്ക്കാനായിട്ടാണ് നമ്മളോട് ചോദിച്ചത്. എടാ, ഇതും ഈസി പീസി ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ നമ്മുടെ സ്കെയിലിൽ 5 സെന്റിമീറ്റർ വരയ്ക്കാനായിട്ട് പോവാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്കെയില്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ 5 സെന്റിമീറ്റർ നമ്മൾ ആദ്യം വരച്ചു. ഇനി എന്ത് ചെയ്താൽ മതി? ഇനി നമ്മുടെ പ്രൊട്രാക്ടറിൽ നമ്മൾ 30 ഡിഗ്രി വരയ്ക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ 30 ഡിഗ്രി. ഇനി ഇവരെ യോജിപ്പിച്ച് നോക്കിയാലോ? യെസ്, ഇവരെ നമ്മൾ യോജിപ്പിച്ച് നോക്കി. ഇവിടെ നിന്നോ? ഇവിടുന്ന് നമ്മൾ 90 ഡിഗ്രി വരികയാണ്. ഇതാണ് നമ്മുടെ 90 ഡിഗ്രി. നേരെ നമ്മൾ വരച്ചിട്ടുണ്ട് 90 ഡിഗ്രി. ഈ 90 ഡിഗ്രിയെ മിസ് എന്ത് ചെയ്യാണ്? മിസ് ഇങ്ങനെ യോജിപ്പിക്കുകയാണ്. ഇപ്പം എനിക്ക് കിട്ടിയ ചിത്രം, നോട്ട്ബുക്കിൽ കിട്ടിയ ചിത്രം തന്നെയല്ലേ? ഇവിടെ 5 സെന്റിമീറ്റർ ആണ്, ഇവിടെ 30 ഡിഗ്രിയാണ്. ഈ ഒരു കോൺ അഥവാ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഇങ്ങനെയാണ് നമ്മൾ ചിത്രത്തിൽ തന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു കോണുകൾ വരയ്ക്കുക. അപ്പൊ അത്രയധികം ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ്. എക്സാമിന് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ചോദിക്കുക? ഇതൊന്ന് വരച്ച് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നുണ്ടാവുക. സോ അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വരച്ച് കാണിച്ചു കൊടുക്കുക. ഇതുപോലെ മിസ് ഇപ്പൊ പഠിപ്പിച്ചു തന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾ അടിപൊളിയായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. സോ മക്കളെ, നമ്മള് സ്കൂളൊക്കെ തുറന്ന് എല്ലാവരും ഇതാ പഠിക്കാനൊക്കെ ഉള്ള ട്രാക്കിൽ ഇങ്ങനെ കയറിക്കൊണ്ട് നിൽക്കുകയാണ്. സ്കൂളിൽ ചാപ്റ്റേഴ്സ് ഒക്കെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും. ഒരു കുഞ്ഞു കാര്യം കൂടെ മിസ് ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ സൈര്യത്തിന്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആയിട്ടുള്ള വജ്ര ബാച്ചിനെ പറ്റിയിട്ടാണ്. സോ നമ്മുടെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇനിയും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ എത്രയും വേഗം നമ്മുടെ ബാച്ചിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യാം. നമുക്ക് 3 പ്ലാനുകളായിട്ടാണുള്ളത്. ബേസ് പ്ലാൻ, ഇൻഫിനിറ്റി പ്ലാൻ, ഇൻഫിനിറ്റി പ്രോ എന്ന് പറഞ്ഞ 3 പ്ലാനുകളാണ്. സോ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ആപ്റ്റ് ആയത് എന്ന് നിങ്ങൾ നോക്കിയിട്ട് കറക്റ്റ് ഒരു പ്ലാനിൽ ജോയിൻ ചെയ്യാൻ നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ 6ാം ക്ലാസ് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട്. സോ യെസ്, ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. 9995400800 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പം നമുക്ക് അടിപൊളിയായിട്ട് വജ്ര ബാച്ചിൽ വെച്ച് കാണാം. അതുവരേക്കും ബൈ.